നമസ്കാരം. ഇന്ന് നമ്മൾ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്കാണ് അല്ലേ? അതെ, നിങ്ങൾക്ക് ലഭിച്ച ഒരു വിശദമായ റിപ്പോർട്ട് മുൻനിർത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഈ മണ്ഡലം നമുക്കറിയാം, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. ഏകദേശം ഒരു 65-70% വരും. അതോടൊപ്പം കാര്യമായ ആദിവാസി ക്രിസ്ത്യൻ വോട്ടർമാരുമുണ്ട്. ഒരു ഗ്രാമീണ സെമി അർബൻ മിക്സാണ് അവിടുത്തെ വോട്ടർമാർ. വ്യക്തിബന്ധങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ, സമുദായ സമവാക്യങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനമാണ് അവിടെ. അതെ, നിലമ്പൂരിൽ എപ്പോഴും അതാണ് സ്ഥിതി. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ സഹായത്തോടെ പ്രധാന ഘടകങ്ങൾ, സാധ്യതകൾ അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓർക്കേണ്ട കാര്യം, ഫലം ജൂൺ 23-നാണ് വരുന്നത്. ഇത് ഒരു സാധ്യത മാത്രമാണ്, ലഭിച്ച വിശകലനം വെച്ചുള്ളത്. തീർച്ചയായും ഇതൊരു വിശകലനം മാത്രം. ശരി, അപ്പോൾ 2021-ലേക്കൊന്ന് പോയാൽ PV അൻവർ അന്ന് LDF പിന്തുണയോടെ ഒരു കഷ്ടിച്ചല്ലേ ഒരു 2500 വോട്ടിന്റെ ഭൂരിപക്ഷം. അതെ, വളരെ ചെറിയ മാർജിൻ. അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണൽ ഇമേജ് അതൊരു വലിയ ഘടകമായിരുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ ചിത്രം ആകെ മാറിയല്ലോ. ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. TMC. ഓ ശരി, LDF പിന്തുണയില്ല. പകരം LDFന് നല്ല ശക്തനായ സ്ഥാനാർത്ഥിയുണ്ട്, M സ്വരാജ്, CPIM നേതാവ്. അതേസമയം UDF ആണെങ്കിലോ കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. അതെ, ആര്യാടൻ മുഹമ്മദിന്റെ മകൻ. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന പ്രത്യാഘാതം എന്തായിരിക്കും? കഴിഞ്ഞ തവണ അൻവറിന് കിട്ടിയ LDF വോട്ടുകൾ അത് ഇത്തവണ സ്വരാജിനും അൻവറിനുമായിട്ട് സ്പ്ലിറ്റ് ആവും, വിഭജിക്കപ്പെടും. അത് UDFന് കാര്യങ്ങൾ എളുപ്പമാക്കുമോ? സാധ്യതയുണ്ട്. തീർച്ചയായും UDFന് അതൊരു അനുകൂല ഘടകമാണ്. അപ്പോൾ ഈ വോട്ട് വിഭജനം ഇത് തന്നെയാണ് ഏറ്റവും നിർണായകമെന്ന് പറയാമല്ലേ? ഒരു പ്രധാന ഘടകം അതാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കിയാലോ, ഷൗക്കത്ത് പിതാവിന്റെ പാരമ്പര്യം ഒരു പ്ലസ് പോയിന്റ് ആണോ? കൂടെ കോൺഗ്രസ് ലീഗ് വോട്ട് ബാങ്കും. തീർച്ചയായും ആര്യാടൻ ഷൗക്കത്തിന് ആ പാരമ്പര്യം, പിന്നെ കോൺഗ്രസ് ലീഗ് സംവിധാനത്തിന്റെ ശക്തമായ പിന്തുണ, ഇതൊക്കെയുണ്ട്. പക്വതയുള്ള പ്രചാരകനുമാണ്. പക്ഷേ സ്വരാജിനെ പോലെ ഒരു സ്റ്റേറ്റ് ലെവൽ ലീഡർ വരുമ്പോൾ മത്സരം കടുക്കില്ലേ? കടുക്കും. സ്വരാജ് അറിയപ്പെടുന്ന നേതാവാണ്, നമുക്കറിയാം, നല്ല പ്രസംഗകനാണ്. പക്ഷേ ഒരു പ്രശ്നം, നിലമ്പൂരിൽ അദ്ദേഹത്തിലൊരു പുറത്തുനിന്നുള്ളയാൾ എന്നൊരു ഇമേജ് ചെറുതായിട്ടുണ്ട്. പ്രാദേശിക വേരുകളുടെ കുറവ്. അതെ, പോരാത്തതിന് ഈ സംസ്ഥാന സർക്കാരിനെതിരായ ചില വികാരങ്ങൾ, അതായത് പെൻഷൻ മുടങ്ങുന്നത്, ആദിവാസി പ്രശ്നങ്ങൾ, അതൊക്കെ LDFന് നേരിടേണ്ടി വരും. റിപ്പോർട്ടിൽ അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പോ അൻവറിന്റെ കാര്യം അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി അല്ലേ? വ്യക്തിപരമായ ഒരു സ്വാധീനം ഒരുപക്ഷെ ഇപ്പോഴും കുറച്ചൊക്കെ കാണും. ഉണ്ടാകാം. പക്ഷെ പഴയ ആ LDF മെഷീനറിയുടെ സപ്പോർട്ടില്ല. അതെ, പുതിയ പാർട്ടിയായ TMCക്കാണെങ്കിൽ കേരളത്തിലൊരു ബേസ് ഇല്ലല്ലോ, സംഘടനാ സംവിധാനമേ ഇല്ല. അപ്പോൾ ഈ ഒരു പാർട്ടി മാറ്റം അദ്ദേഹത്തിന് തിരിച്ചടിയായി എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അവസരവാദി എന്നൊരു ആരോപണവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അദ്ദേഹത്തിന്റെ മുൻപുണ്ടായിരുന്ന ആ ഒരു വികസന നായകൻ എന്ന ഇമേജിന് കുറച്ചൊരു മങ്ങലേറ്റു എന്നും റിപ്പോർട്ട് പറയുന്നു. പിന്നെ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, അദ്ദേഹത്തിന് കാര്യമായ സ്വാധീനം? സാധ്യതയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധ്യത കുറവാണെന്നാണ് വിശകലനം. ഓക്കെ, അപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ ശക്തി ദൗർബല്യങ്ങൾക്കപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ആദിവാസി ഭൂപ്രശ്നം പോലെയുള്ള വിഷയങ്ങൾ, വികസന മുരടിപ്പ്, ഇതൊക്കെ വോട്ടിങ്ങിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അത് വളരെ വളരെ നിർണായകമാണെന്നാണ് കണ്ടെത്തൽ. സംസ്ഥാന സർക്കാരിനെതിരായ അതൃപ്തിയുണ്ട്, പ്രത്യേകിച്ച് ഈ പെൻഷൻ കാര്യത്തിലൊക്കെ. വന്യജീവി ആക്രമണം അതും ഒരു വിഷയമാണല്ലോ അവിടെ. അതെ, അതും ഒരു പ്രധാന വിഷയമാണ്. ഇതൊക്കെ LDFന് പ്രതികൂലമാണ്. പക്ഷെ മറുവശത്ത് നോക്കിയാൽ UDF കൂടുതൽ ഒരു ഐക്യത്തോടെയാണ് കാണപ്പെടുന്നത്. കോൺഗ്രസ് ലീഗ് വോട്ടുകൾ ഒരുമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ആര്യാടൻ മുഹമ്മദിനോടുള്ള ആ പഴയ ഒരു സഹതാപം, അതും ഷൗക്കത്തിന് അനുകൂലമായേക്കാം. ചിട്ടയായൊരു പ്രചാരണവും അവർ നടത്തിയിട്ടുണ്ട്, അതും ഗുണം ചെയ്തു എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അപ്പോ ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ആരാണ് ജയിക്കാൻ സാധ്യത? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. കണക്കുകൾ എന്തെങ്കിലും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? വ്യക്തമായൊരു സൂചന, ഒരു പ്രവചനം തന്നെ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് ഏകദേശം ഒരു 65,000-നും 72,000-നും ഇടയിൽ വോട്ട് നേടി വിജയിക്കുമെന്നാണ് പ്രവചനം. അതെ, LDFന്റെ സ്വരാജിനൊരു 30,000-നും 38,000-നും ഇടയിൽ. അൻവറിനോ? TMCയുടെ അൻവറിന് ഒരു 25,000 മുതൽ 32,000 വരെ വോട്ടുകൾ ലഭിച്ചേക്കാം. BJPക്ക് ഒരു 9,000-നും 11,000-നും ഇടയിൽ വോട്ടും പ്രതീക്ഷിക്കുന്നു. ഇത് ശരിക്കും ഷൗക്കത്തിന് വലിയൊരു ഭൂരിപക്ഷമാണല്ലോ പ്രവചിക്കുന്നത്. ഏകദേശം ഒരു 25,000 മുതൽ 30,000 വരെ വോട്ടിന്റെ വ്യത്യാസം വരാം. അതെ, ഏകദേശം അത്രയും വരും. എന്തുകൊണ്ടാണ് ഈ വിശകലനം ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? എന്താണ് പ്രധാന കാരണങ്ങൾ? പ്രധാനമായിട്ടും ഒരു 5 കാരണങ്ങളാണ് റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നത്.
ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ UDFന്റെ ഐക്യം, ഒപ്പം മറുപക്ഷത്തെ വോട്ട് വിഭജനം. ശരി. 2 ആര്യാടൻ പാരമ്പര്യം, ആ സഹതാപഗതകം. 3 UDFന്റെ ചിട്ടയായ പ്രചരണം. 4 സംസ്ഥാന ഭരണത്തോടുള്ള ഒരു അതൃപ്തി. 5 അൻവറിന്റെ പ്രതിച്ഛായയിലുണ്ടായ ഇടിവ്, ഈ പാർട്ടി മാറ്റമുണ്ടാക്കിയ ആശയക്കുഴപ്പം, വിശ്വാസ്യത കുറവ്. ഇതൊക്കെ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഭൂരിപക്ഷം ഏകദേശം ഒരു 27,000 വോട്ടിനാണ്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിശകലനം അനുസരിച്ച് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വ്യക്തമായ സാധ്യതയുണ്ട്. 2021 ഫലം മാറി UDF തിരിച്ചു വരുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. അതെ, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രധാന കാരണം ഈ LDF TMC വോട്ട് വിഭജനം തന്നെ. അത് തന്നെയാണ് പ്രധാന കാരണം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, സ്ഥാനാർത്ഥികളുടെ ഈ കൂടുമാറ്റം, ഇതൊക്കെ ഒരു ലോക്കൽ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കാമെന്നതിന്റെ നല്ലൊരു ഉദാഹരണമായിട്ടൊരു പക്ഷേ ഇത് മാറിയേക്കാം. ശരിയാണ്. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും നിങ്ങൾക്ക്, അതായത് നമ്മുടെ ശ്രോതാക്കൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം, നമ്മൾ ഈ ചർച്ച ചെയ്ത ആദിവാസി ഭൂമി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു വികസന ആവശ്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഈ വിഷയങ്ങൾ അപ്രസക്തമാകുമോ? അതോ ഈ അടിസ്ഥാന വിഷയങ്ങൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ ദീർഘകാലം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും സംഭവിക്കുക? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.